എല്ലാവരെയും യു പ്ലാന്റ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്ക് ഏറെ പരിചയമുള്ള ഒരു ഇൻഡോർ പ്ലാന്റ് ആണ്. ആന്തൂറിയം എന്ന ചെടിയെയാണ്. ആന്തൂറിയം ഒരു മനോഹരമായ ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ അലങ്കാര ചെടിയാണ്. ഇതിൻ്റെ തിളങ്ങുന്ന ഇലകളും മനോഹരമായ പൂക്കളും കൊണ്ട് എല്ലാവരിലും വളരെ പ്രിയം ജനിപ്പിക്കുന്ന ഒരു ചെടി തന്നെയാണ്. ചുവപ്പും പിങ്കും വെള്ളയും പോലുള്ള വ്യത്യസ്ത കളറുകളിൽ ഈ ചെടിയുടെ പൂക്കൾ കാണപ്പെടുന്നു. ഈ വീഡിയോയിൽ ആന്തൂറിയം ചെടി എങ്ങനെ നടാമെന്നതിനെക്കുറിച്ചും അതിൻ്റെ പരിപാലനം എങ്ങനെ വേണമെന്നതിനെക്കുറിച്ചും അതിനാവശ്യമായ വെള്ളം, വെളിച്ചം, വളം എന്നിവ എത്രത്തോളം നൽകണം എന്നതിനെക്കുറിച്ചുമൊക്കെ വിശദമായി പ്രതിപാദിക്കുന്നു. ഒന്നാമതായി ആന്തൂറിയത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആന്തൂറിയം ആൻഡ്രാം എന്ന ശാസ്ത്രീയ നാമത്തിലാണ് ഈ ചെടി അറിയപ്പെടുന്നത്. അരേസിയ കുടുംബത്തിൽപ്പെട്ട ഒരു ചെടി തന്നെയാണ്. ചുവപ്പ്, വെള്ള, പിങ്ക്, ഓറഞ്ച് വ്യത്യസ്ത നിറത്തിലുള്ള പൂക്കൾ ഈ ചെടിയിൽ കാണപ്പെടുന്നു. ആന്തൂറിയത്തിന്റെ ജന്മദേശം എന്നറിയപ്പെടുന്നത് ട്രോപ്പിക്കൽ അമേരിക്കയാണ്. ആഴ്ചകളോളം ഇതിന്റെ പൂക്കൾ കേടുകൂടാതെ ഇരിക്കും. അതുകൊണ്ടാണ് ഇൻഡോർ ചെടിപ്രേമികളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പൂവായി ഇത് മാറിയത്. നേരിട്ടുള്ള സൂര്യപ്രകാശം ആവശ്യമില്ലാത്ത ചെടിയാണിത്. നേരിട്ട് കടുത്ത സൂര്യപ്രകാശം അടിച്ചു കഴിഞ്ഞാൽ ഇലകൾ ചുവപ്പാകുകയോ ഉണങ്ങുകയോ ചെയ്യാൻ സാധ്യതയുണ്ട്. ആയതിനാൽ തണുപ്പുള്ള സ്ഥലങ്ങളിൽ നടുന്നതാണ് ഏറ്റവും ഉചിതം. രണ്ടാമതായി ഇതിനാവശ്യമായ മണ്ണ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നല്ല ഡ്രെയിനേജുള്ള മണ്ണാണ് ഇതിന് ഏറ്റവും ആവശ്യം. കൊക്കോപിറ്റ്, പെർലൈറ്റ് കമ്പോസ്റ്റ് എന്നിവ ചേർത്ത് മണ്ണ് തയ്യാറാക്കുന്നതാണ് ഏറ്റവും ഉചിതം. മൂന്നാമതായി ഇതിനാവശ്യമായ വെള്ളം എങ്ങനെയാണ് നൽകേണ്ടതെന്ന് നോക്കാം. മണ്ണിൻ്റെ മേലേ ഭാഗം ഉണങ്ങുമ്പോൾ മാത്രമേ വെള്ളം നൽകാവൂ. അമിതമായി വെള്ളം ഒഴിക്കുകയാണെങ്കിൽ റൂട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഉയർന്ന ഈർപ്പം ആവശ്യമുള്ള ചെടിയാണിത്. അതിനാൽ ഇടയ്ക്കിടെ ചെടിയിലേക്ക് വെള്ളം സ്പ്രേ ചെയ്ത് നൽകുന്നത് നന്നായിരിക്കും. 18 ഡിഗ്രി സെൽഷ്യസ് മുതൽ 25 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഇതിനാവശ്യമായ ഈർപ്പം എന്ന് പറയുന്നത്. മാസത്തിൽ 1-2 പ്രാവശ്യം ലിക്വിഡ് ഫെർട്ടിലൈസർ നൽകുന്നത് നല്ലതാണ്. അതുകൂടാതെ ഹൈ ഫോസ്ഫറസ് ഉള്ള വളങ്ങൾ നൽകുന്നത് നല്ലതാണ്. ഇതിൻ്റെ റൂട്ട് ഡിവിഷൻ ചെയ്യുന്നതിലൂടെയാണ് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ സാധ്യമാവുന്നത്. അതുകൂടാതെ കട്ട് ചെയ്ത് മാറ്റുന്ന രീതിയിലും ഇത് നട്ടുപിടിപ്പിക്കാവുന്നതാണ്. നാലാമതായി ആന്തൂറിയത്തിൻ്റെ പൊതുപ്രശ്നങ്ങളും അതിൻ്റെ പരിഹാര മാർഗങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആന്തൂറിയത്തിൻ്റെ ഇലകൾ മങ്ങിയതായി കാണപ്പെടുകയാണെങ്കിൽ അതിൻ്റെ പ്രകാശം കുറവാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ കൂടുതൽ പ്രകാശം ലഭിക്കുന്ന സ്ഥലത്തേക്ക് മാറ്റി വെക്കുന്നതാണ് ഏറ്റവും ഉചിതം. ഇലകൾ മങ്ങിയതോ അതുമല്ലെങ്കിൽ മങ്ങിയ പച്ച നിറമാകുകയോ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ പോഷകക്കുറവ് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അതിനനുസരിച്ച് ആവശ്യമുള്ള വളങ്ങൾ ചേർക്കുന്നത് നന്നായിരിക്കും. അതേപോലെ തന്നെ ഇലകളിൽ കറുത്ത ഡോട്ടാണ് കാണപ്പെടുന്നതെങ്കിൽ വെള്ളം കൂടുതൽ ചേർക്കുന്നത് ഒഴിവാക്കാൻ നന്നായിരിക്കും. ആന്തൂറിയം ചെടി തഴച്ചു വളരാനും ആരോഗ്യകരമായിരിക്കാനുമുള്ള 3 ടിപ്സുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒന്നാമതായി ആന്തൂറിയം ചെടികൾ സുഗന്ധവ്യഞ്ജനങ്ങൾക്ക് സമീപം സൂക്ഷിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. രണ്ടാമതായി വീടിൻ്റെ അകത്തളങ്ങൾ ചൂട് കൂടാത്ത ഇടത്ത് വയ്ക്കുന്നത് ഉചിതമായിരിക്കും. മൂന്നാമത്തെ ടിപ്സ് എന്ന് പറയുന്നത് ചെടിയുടെ ഇലകളും വേരുകളും കേടാവാതെ സൂക്ഷിക്കുന്നതാണ് ഏറ്റവും ഉചിതം. അതുകൂടാതെ ഉണങ്ങിയ ഇലകളും ഉണങ്ങിയ പൂക്കളും കട്ട് ചെയ്ത് നൽകുന്നത് ഇതിന് ഭംഗി കൂടാൻ വേണ്ടി സഹായിക്കുന്നതാണ്. വീട്ടിലെ അന്തരീക്ഷം മനോഹരമാക്കാൻ ഒരു മനോഹരമായ ചോയ്സ് തന്നെയാണ് ആന്തൂറിയം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീട് വളരെ മനോഹരമായി കാണട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ആന്തൂറിയം ചെടി ആവശ്യമുള്ളവർ ഇതോടൊപ്പം ചേർത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കേരളത്തിൽ മാത്രമേ ഡെലിവറി ഉള്ളൂ. ചെടി പരിപാലനത്തെക്കുറിച്ചുള്ള കൂടുതൽ ടിപ്പുകളും ട്രിക്സുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.